നഷ്ടത്തിൽ നിന്നും കരകയറി മാർക്കറ്റ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 1187 പോയിന്റ് ഉയർന്ന് 73,134ലും നിഫ്റ്റി 348 പോയിന്റ് ഉയർന്ന് 22,679ലും ക്ലോസ് ചെയ്തു. റിലയൻസ് ഇൻഡസ്ട്രീസ്, SBI, ലാർസൻ ആൻഡ് ട്യൂബ്രോ എന്നിവയാണ് നേട്ടങ്ങൾക്ക് പ്രധാന കാരണക്കാർ. നിഫ്റ്റി ബാങ്ക് 1173 പോയിന്റ് ഉയർന്ന് 51,449ൽ ക്ലോസ് ചെയ്തു. ഒരു കാര്യം പറയട്ടെ, ഒരു ബിസിനസ്സിന് വേണ്ടി വരുന്ന ലീഗലി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും, അതും കുറഞ്ഞ ചിലവിൽ. ഫ്രീ കൺസൾട്ടേഷൻ കൂടി. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക. 2026 ജൂലൈ 1 വരെ RBI ലിക്വിഡിറ്റി ടൈറ്റനിംഗ് ഫ്രെയിംവർക്ക് നടപ്പിലാക്കുന്നത് 3 മാസത്തേക്ക് മാറ്റിവെച്ചതിനെ തുടർന്ന് BSE 7% ഉയർന്നു. ഇൻവെസ്റ്റെക് ബൈ കോളിലൂടെ കവറേജ് ആരംഭിച്ചതിനെ തുടർന്ന് റേറ്റ് ഗെയിൻ ട്രാവൽ ടെക്നോളജീസ് 10% ഉയർന്നു. സിറ്റി ബൈ റേറ്റിംഗോടെ കവറേജ് ആരംഭിച്ചതിനെ തുടർന്ന് ടെന്നക്കോ ക്ലീൻ എയർ 2%-ലധികം ഉയർന്നു. മുംബൈയിലെ ടെർമിനൽ 2 വിമാനത്താവളത്തിൽ ബ്ലിങ്കിറ്റ് സേവനങ്ങൾ ആരംഭിച്ചതിനെ തുടർന്ന് എറ്റേണൽ 4% മുന്നേറി. 2026 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും ഉയർന്ന വാർഷിക വരുമാനം 6,400 കോടിയാണെന്ന് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് 20% ഉയർന്നു. അശോക് ലെയ്ലാൻഡിന്റെ മാർച്ചിലെ വിൽപ്പന കണക്കുകൾ തെറ്റിയതിനെ തുടർന്ന് 3%-ലധികം ഇടിഞ്ഞു. ഓട്ടോ സെക്ടറിൽ ഐഷർ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, മാരുതി സുസുക്കി എന്നിവരുടെ പ്രതിമാസ സെയിൽസ് അപ്ഡേറ്റുകളെ തുടർന്ന് 4% വരെ ഉയർന്നു.